ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നാണ്. ഇതിനുവേണ്ടി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും IRCTC റെയിൽ കണക്ട് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഫോണിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കാം. ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഐഡിയും പിൻ നമ്പറും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. പിൻ നമ്പറിന് വരെ നമുക്ക് ബയോമെട്രിക്സ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് ലോക്കോ അല്ലെങ്കിൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്കോ കൊടുക്കാവുന്നതുമാണ്. ആപ്ലിക്കേഷനകത്തേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു സ്ക്രീനായിരിക്കും ലഭ്യമാവുക. ഇവിടെ ആദ്യം കാണുന്ന ട്രെയിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഫ്രം എന്ന ഭാഗത്ത് നമ്മൾ യാത്ര പുറപ്പെടുന്നത് എവിടെയാണോ ആ ഒരു സ്റ്റേഷൻ നൽകുക. ഞാനിവിടെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കൊടുത്തു. ശേഷം എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ ഭാഗം 2 എന്ന ഭാഗത്ത് കൊടുക്കുക. ഞാനിവിടെ എറണാകുളം സെലക്ട് ചെയ്യുന്നു. എറണാകുളം ജംഗ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ ആൾ ക്ലാസ്സസ്, കോട്ട എന്നിങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കോട്ട എന്ന ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലേഡീസ്, തത്കാൽ, ലോവർ ബെർത്ത് എന്നിങ്ങനെയൊക്കെയുള്ള കോട്ടകൾ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കോട്ടയിൽ ഉൾപ്പെടുന്ന ട്രെയിനുകൾ മാത്രമായിരിക്കും ഇവിടെ കാണിക്കുക. ഞാനിപ്പോൾ തൽക്കാലം ജനറൽ തന്നെ കൊടുക്കുകയാണ്. ഡിപ്പാർച്ചർ ഡേറ്റ് എന്ന ഭാഗത്ത് നമ്മൾ യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന തീയതി നൽകാവുന്നതാണ്. ഞാനിവിടെ 14 ജൂൺ കൊടുത്തു. ശേഷം താഴെ ഭാഗത്ത് ഫ്ലെക്സിബിൾ വിത്ത് ഡേറ്റ്, അതുപോലെ തന്നെ കുറേയധികം കൺസെഷൻ, റെയിൽവേ പാസ് കൺസെഷൻ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അതൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് ടിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിൽ കൺസെഷനൊക്കെ ഉള്ളവർക്ക് അത് കൊടുക്കാവുന്നതാണ്. ചിലപ്പോൾ തൽക്കാലം ഇതാൽ കൊടുക്കുന്നില്ല. അത് ഉള്ള ആൾക്കാർ അത് ടിക്ക് കൊടുക്കുക. ഇപ്പോൾ പാസും കൺസെഷനൊക്കെ ഉള്ളവർ അത് കൊടുക്കുക. സെർച്ച് ട്രെയിൻസ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അന്നേ ദിവസത്തെ അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓരോ ട്രെയിനിൻ്റെ പേരും അത് പുറപ്പെടുന്ന സമയവും എത്തിച്ചേരുന്ന സമയവും കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാനിവിടെ ഈ കാണുന്ന ജനശതാബ്ദി സെലക്ട് ചെയ്തു. അവിടെ നമുക്ക് 2S, CC എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാവും. അത് നമുക്ക് ആ ഒരു സീറ്റിൻ്റെ ഇതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ 2S സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത സമയത്ത് നമുക്കിവിടെ അവൈലബിൾ എന്നുള്ളത് പച്ച നിറത്തിൽ കൊടുത്തിട്ടുള്ളത് സീറ്റ് അവൈലബിൾ ആണ്. അതായത് 367 സീറ്റ് ഇനി അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ WL എന്ന് റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് വെയിറ്റിംഗ് ലിസ്റ്റാണ്. അതായത് 14-ാം തീയതി സീറ്റ് അവൈലബിൾ ആണ്. പക്ഷേ 15-ാം തീയതി 105 വെയിറ്റിംഗ് ലിസ്റ്റാണ്. 105 പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഇനി ബുക്ക് ചെയ്തത് 106-ാമത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് നമ്മുടേതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് ഫെയർ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ ടിക്കറ്റിനാവുമെന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2S ഫ്രൈഡേയിലത്തെ സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ 130 രൂപ കാണിക്കുന്നുണ്ട്. പാസഞ്ചർ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പാസഞ്ചറിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ആഡ് ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസഞ്ചറുടെ യാത്ര ചെയ്യുന്ന ആളിൻ്റെ പേര്, വയസ്സ്, ജെൻഡർ, നാഷണാലിറ്റി, അതുപോലെ ബർത്ത് പ്രിഫറൻസ് ഉണ്ട്. നമുക്ക് വിൻഡോ സൈഡൊക്കെ ആവശ്യമാണെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആഡ് പാസഞ്ചർ എന്നുള്ളത് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് പാസഞ്ചർ മൊബൈൽ നമ്പർ. ഈ ഒരു മൊബൈൽ നമ്പർ കൃത്യമായി തന്നെ നൽകുക. കാരണം ഈ ഒരു നമ്പറിനകത്തേക്കായിരിക്കും നമ്മുടെ റെയിൽവേയുടെ ടിക്കറ്റ് PNR നമ്പർക്ക് സെൻഡായി കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ആദ്യം കൊടുത്ത ആ ഒരു മെയിൽ ഐഡിയിലേക്കും നമ്മുടെ ഇത് പോകുന്നതായിരിക്കും, ടിക്കറ്റ് PDF പോകുന്നതായിരിക്കും. താഴെ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് UPI പേയ്മെൻ്റ് ആയിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ മുതലായ സംവിധാനങ്ങൾ ഉപയോഗിച്ചും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ പേ ത്രൂ ഭീം UPI കൊടുത്തു. ശേഷം റിവ്യൂ ജേർണി ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ട്രാവൽ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് S കൊടുത്തിരിക്കുക. 45 പൈസ മാത്രമേ ആവുന്നുള്ളൂ. ഓക്കെ, അത് കൊടുക്കുക. S തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് പേയ്മെൻറ്റിൻ്റെ പേജിലേക്കാണ് പോവുക. ഈ കാണുന്ന കോഡ് അതുപോലെ ടൈപ്പ് ചെയ്ത ശേഷം പ്രൊസീഡ് ടു പേ കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആവശ്യമെങ്കിൽ അത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഡെമോ കാണിക്കുന്നതായതുകൊണ്ട് ഇവിടെ പേയ്മെൻറ്റ് ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഈ ഒരു ബുക്ക് ചെയ്ത പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് ഈ ഒരു ആപ്പിനകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, PDF ആയിട്ട് സേവ് ചെയ്യാം. ഇതൊന്നും പുറമെ നമുക്ക് ഫോണിനകത്ത് SMS ആയിട്ടും ഈ ഒരു ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ആപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ ബാക്ക് വന്ന സമയത്ത് ഇവിടെ മൈ ബുക്കിംഗ് എന്നുള്ള ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ അവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ടോ മെസ്സേജോ ഒക്കെ മിസ്സായിപ്പോയെന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആപ്പിനകത്ത് വന്നിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് മൈ ബുക്കിംഗ് എന്ന ഭാഗത്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീഫണ്ട് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ആപ്പിനകത്തുള്ള സംവിധാനങ്ങളെന്ന് പറയുന്നത്.
അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനി ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തൊട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.